Hi friends, welcome back to Colors Malayalam Stitching. ഇന്നത്തെ വീഡിയോ പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബട്ടൺസ് നമ്മൾ ചുരിദാറിന്റെ ടോപ്പിലും അതുപോലെ പാന്റിലും പിന്നെ സ്ലീവിലും ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രണ്ട് രീതിയിൽ ഞാൻ ഇന്ന് ചെയ്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കണ്ടു നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് സ്ക്വയർ പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. 2 ഇഞ്ച് നീളത്തിലും 2 ഇഞ്ച് വീതിയിലുള്ള കുറച്ച് സ്ക്വയർ പീസ് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് എത്ര ബട്ടൺസ് ആണോ ആവശ്യമുള്ളത് അത്രയും സ്ക്വയർ പീസ് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ തെർമോകോൾ ബോൾസ് ആണ്. അപ്പോൾ ഈ തെർമോകോൾ ബോൾസ് നമുക്ക് ഷോപ്പിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും. ഇതിനൊരു 15-20 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഇതിൻ്റെ മാച്ചിങ് ത്രെഡ്. അപ്പോൾ ഈ ഒരു തെർമോകോൾ ബോൾസിൽ തന്നെ പല സൈസിലുള്ള ബോൾസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരേ വലിപ്പത്തിലുള്ള ബോൾസ് തന്നെ എടുക്കാം. ഇനി നമുക്ക് ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഉൾവശത്ത് വെച്ച് റോങ് സൈഡിൽ നമുക്ക് ഇതുപോലെ ബോൾസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ടൈറ്റായി ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ നൂല് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒരു 5-6 പ്രാവശ്യം ഒന്ന് ചുറ്റിക്കൊടുക്കാം. ഇത് നല്ല ടൈറ്റിൽ തന്നെ നമുക്ക് ചുറ്റിയെടുക്കാം. അപ്പം നമുക്ക് ആ ഒരു ബോളിൻ്റെ ഷേപ്പ് കിട്ടും. ഇതുപോലെ ചുറ്റിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 3-4 പ്രാവശ്യം കെട്ടിട്ട് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കെട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പോട്ട്ലി ബട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബട്ടൺ തന്നെ നമുക്ക് തുണി വെച്ചിട്ടും ചെയ്തിട്ടെടുക്കാം. അപ്പം നമുക്ക് ഒരേ അളവിലുള്ള കുറച്ച് പീസ് കട്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് ചുറ്റിക്കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു സ്ക്വയർ പീസിൻ്റെ ഉള്ളിലേക്ക് റോങ് സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നൂല് വെച്ചിട്ട് നല്ലതുപോലെ ചുറ്റിക്കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് ചുറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ 3-4 പ്രാവശ്യം കെട്ടിട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മളിവിടെ തുണി കൊണ്ടുള്ള ബട്ടൺസ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ തുണി വെച്ചിട്ട് ഉണ്ടാക്കിയതും അതുപോലെ ഇത് തെർമോകോൾ ബോൾസ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ തുണി വെച്ചിട്ടുള്ളത് കുറച്ച് ഹാർഡായിരിക്കും, എന്നാൽ ബോൾസ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഷേപ്പും കുറച്ച് സോഫ്റ്റും ആയിരിക്കും. പക്ഷേ ബോൾസ് വെച്ചിട്ടുള്ള ബട്ടൺസ് ആകുമ്പം കുറേയൊക്കെ നമ്മൾ അയൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ചൂട് തട്ടിയിട്ട് അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ചെറുതായി പോകും. അപ്പോൾ തുണി വെച്ചിട്ടുള്ള ബട്ടൺസ് തന്നെയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.